മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ കണ്ണും ചെവിയും തന്നെയാണ്. സംഭവങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് വിവരം ലഭിക്കുന്നത് കൂടുതലും മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ ഇന്ന് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. മാധ്യമങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, ഇല്ലെങ്കിൽ TRPക്കായി കഥകൾ വളച്ചൊടിക്കുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമ്മെ ഇത് സംബന്ധിച്ച് ചിന്തിപ്പിച്ച ഒരു പ്രധാന സംഭവമാണ്. കോടതി വിചാരണ പോലും പൂർത്തിയാകുന്നതിന് മുൻപ് ചില മാധ്യമങ്ങൾ സെൻസേഷണൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കി കേസ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ചിലപ്പോൾ വാർത്ത എന്നതിനേക്കാൾ ഡ്രാമ പോലെ തോന്നിച്ചു. ഇതിന്റെ ഫലമായി സമൂഹത്തിൽ തെറ്റായ ധാരണകളും ചർച്ചകളും പടർന്നു. സോഷ്യൽ മീഡിയയിൽ അത് വേഗത്തിൽ പ്രചരിക്കുകയും രാഹുലിന്റെ സ്വകാര്യ ജീവിതവും മാനവും ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു ശക്തമായ ആയുധമായി മാറ്റുകയായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പൊതുപ്രസംഗങ്ങളും വഴി സംഭവം ആവർത്തിച്ചുയർത്തിക്കാട്ടി ജനങ്ങളുടെ വികാരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു. മാധ്യമങ്ങളുടെ കടമ സത്യം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കലാണ്, സെൻസേഷനലൈസ് ചെയ്യലല്ല. കോടതി വിധിക്ക് മുമ്പ് മാധ്യമങ്ങൾ വിധി പറയുന്നത് അത് വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല, നീതിപാലനത്തിന്റെ വിശ്വസ്തതയ്ക്കും മങ്ങലേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമ്മെ പഠിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് ഉത്തരവാദിത്വത്തോടു കൂടിയാവണം. വാർത്തകൾ അൺബയാസ്ഡ് ആയും സത്യസന്ധമായും അവതരിപ്പിക്കുമ്പോഴാണ് സമൂഹം മുന്നോട്ടു പോകുന്നത്.